ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഒരു യോക്ക് നൈറ്റിയാണ് പറഞ്ഞു തന്നത്. ഏക്കട്ട് തന്നെ അതിൽ ഫ്രണ്ടിൽ മാത്രം യോക്ക് വെക്കുന്ന ടൈപ്പാണ് പറഞ്ഞു തന്നത്. അത് ഞാൻ എടുത്തേക്കുന്ന വി ഷേപ്പായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് സ്ക്വയറും യു ഒക്കെ വേണമെന്നും പറഞ്ഞ് ഓരോരുത്തർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് സ്ക്വയർ നെക്കാണ്. സ്ക്വയർ നെക്കല്ല, അതിൻ്റെ ആ യോക്ക് സ്ക്വയറാണ്. നമ്മൾ മറ്റേത് എടുത്ത പോലെ തന്നെയാണ്. ബാക്ക് ഞാൻ മാറ്റിയിട്ടേക്കാണ്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ 2 ഇഞ്ച് മടക്കുക. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇറക്കം കുറവ് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് പീസ് അതിൻ്റെ ലെങ്ത് അനുസരിച്ച് കുറച്ചിട്ട് പ്ലീറ്റ് ഇട്ടൊക്കെ തയ്ക്കുക. ഇപ്പോഴത്തെ പുതിയ മോഡലിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന 2 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ വണ്ണം കുറവുള്ളവർക്ക് ഇതിൽ കൂടുതൽ എടുക്കാം. നമ്മളിപ്പോൾ എടുത്ത അളവിൻ്റെ അനുസരിച്ച് നമുക്ക് 2 ഇഞ്ചേ മടക്കാൻ പറ്റുള്ളൂ. ആ 2 ഇഞ്ച് മടക്കിയതിന് ശേഷം നമ്മളുടെ ഷോൾഡർ എടുക്കുക. ഷോൾഡർ ഞാൻ എടുത്തത് കഴിഞ്ഞ അളവും 8 തന്നെ ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ 8 എടുക്കുന്നത്. 8 എന്നിട്ട് 1/2 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയിടുകയാണ്. കൈക്കുഴി താഴ്ച എടുക്കുന്നത് ആ 8 തന്നെയാണ്. നമ്മുടെ ഷോൾഡർ എത്ര ആണോ അത്രയും തന്നെയാണ് താഴോട്ട് എടുക്കുന്നത്. അതും എടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ വണ്ണം അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്ര വണ്ണമാണോ അതെടുക്കുക. എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് എടുക്കുന്നതാണ് അറിയേണ്ടത്. അപ്പൊ ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ കഴുത്ത് അകലം എത്ര ആണോ, അതായത് നെക്ക് വിട്ട് എത്ര ആണോ അത്രയും നമ്മൾ നോക്കണം. ആ നെക്ക് വിട്ട് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. നെക്കിന്റെ ഇറക്കം എടുക്കുന്നത് ഈ സ്ക്വയർ നെക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വേണമെങ്കിൽ റൗണ്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ആണ്, അത് ആ യോക്കാണ് സ്ക്വയർ എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. മൊത്തം സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് നമുക്ക് വെട്ടണമെന്നില്ല, ഈ കഴുത്ത് ഇങ്ങനെ വെട്ടണമെന്നില്ല. നമ്മൾ വെട്ടിയെടുക്കേണ്ടത് ഇതാണ്, നമ്മൾ എടുക്കുന്ന ഈ പീസാണ്. അപ്പൊ 2.5 വെച്ചിട്ടാണ് എടുക്കുന്നത്. 2.5 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കേണ്ടത്. നമ്മൾ തയ്ക്കുന്നത് എത്ര ആണോ അത്രയും. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. 3 ഇവിടെയും 3. ഓക്കെ, ഇതാണ് നമ്മുടെ അളവ്. ഇപ്പൊ നമ്മൾ 3 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റിഫേൽ കട്ട് ചെയ്താണല്ലോ എടുക്കുന്നത്. സ്റ്റിഫേൽ 3 എടുക്കണം, മറ്റേ തുണിയിൽ 3.5 വരും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീനെക്കിൽ ഞാൻ പറയാതിരുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്. അതായത് നമുക്കറിയാം ഇതാണ് അതിന്റെ കറക്റ്റ് മാർക്ക്. അന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിവർത്തി എടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പൊ നിവർത്തി എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് ആ പീസ് മുറിഞ്ഞു പോകാതെ അതിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പീസിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അതല്ല വേറെ പീസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതുപോലെ നിവർത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അത് വീനെക്കിൽ അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ വി കട്ടായി പോവും കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ, ഇതിപ്പോ സ്ക്വയർ എടുത്തു അതുപോലെ തന്നെ റൗണ്ട് എടുത്താൽ മതി. ഇനിയിപ്പോ റൗണ്ട് കാണിക്കണമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതെടുത്ത് തരുന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ തുണിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ തന്നെ അളന്ന് എടുക്കാവുന്നതാണ്. അതല്ല നമ്മൾ വേറെ തുണിയിൽ, ഞാൻ ബ്ലാക്ക് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ വേറെ തുണിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ അളന്ന് എടുത്താൽ മതി. അതായത് കഴുത്തകലം അതിന്റെ ഇറക്കം എല്ലാം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കിട്ടും. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന അകലം എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. പിന്നെ ഇറക്കം 6 ഇഞ്ചാണ്. ഈ സ്ക്വയർ നെക്കാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ, അതായത് നെക്ക് അല്ലാതെ യോക്കല്ല, നെക്ക്. അപ്പൊ അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. വെട്ടുമ്പോൾ 3 ഇഞ്ച് കഴുത്തകലം എടുത്തു. ഇറക്കം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. ഞാനിപ്പോൾ
5.25 എടുക്കുന്നുള്ളൂ, കാരണം സ്ക്വയർ ആയത് കാരണം. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് താഴെ ഇത്തിരി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഇല്ലാണ്ടിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ടത് 3 ഇഞ്ചാണ്. 3. അപ്പോൾ അത് സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ 3 ഇഞ്ച് വിട്ടിട്ട് തന്നെ ആ 3 എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അളവിലും വ്യത്യാസം വരും, നമ്മൾ എടുക്കുമ്പോൾ ആ പീസിലും വ്യത്യാസം വരും. ഇനി ഇത് അയൺ ചെയ്ത് ഏത് പീസാണോ നിങ്ങൾ കട്ട് ചെയ്ത പീസ് തന്നെ വെക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല വേറെ പീസിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി റൗണ്ട് വേണമെങ്കിൽ പറയുക, എന്നാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരുള്ളൂ. ഇല്ലെങ്കിൽ ഈ സ്ക്വയർ പോലെ തന്നെ ഇതിങ്ങനെ റൗണ്ട് എടുത്താൽ മതി. അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.